ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ മാച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂട് പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട്. ഒരു തുള്ളി വാനില എസൻസും കൂടി ഒരു 1/2 ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടറിൻ്റെ അടുത്ത് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നേരത്തെ മാറ്റി വെച്ച പാല് ഇതിലേക്ക് ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ കാരണം ഒരു കഥയാണ്. ഞാൻ 2 ദിവസം മുന്നേ മോക്ക കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ബാക്കിയായി. അത് ചോക്ലേറ്റ് ഗണേഷ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗണേശാണ്. നമ്മൾ കോഫിയൊക്കെ ചേർത്തിട്ടുള്ളൊരു ഗണേശാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഡോണറ്റ്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ 100% ഉറപ്പ് തരാം, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഡോണറ്റ്സിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ മിക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ഡോണറ്റ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ചില ഡോണറ്റ്സ് ഞാൻ സെൻറ്ററിൽ ഹോൾസ് ഇല്ലാതെ എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാം. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ ഡോണറ്റ്സൊക്കെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഡോണറ്റ്സ് ഉണ്ടാക്കാൻ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ എന്താണ് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗണാഷ് ഉണ്ടല്ലോ, മോക്ക കേക്കിൻ്റെ, അത് ഈ ഡോണറ്റ്സിലേക്ക് നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പം നിങ്ങൾ അതേപോലെ ഗണേഷ് ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയത് ഈ വീഡിയോയിലില്ല. ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഗണേഷ് കുറച്ചൊന്ന് ലൂസായിപ്പോയി. അപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് ടൈറ്റിൽ ഉണ്ടാക്കാൻ നോക്കുക. കാരണം വിപ്പിംഗ് ക്രീം എടുത്തത് ഏറിയതാണ് കാരണം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഇതാ ഹോൾസ് ഇല്ലാത്ത ഡോണറ്റ്സും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി എടുത്ത് കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കാൻ വെക്കണം. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഡോണറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പുറം ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതെയാവും. അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ഡോണറ്റ്സ് ഇതാ നല്ല പൊളപ്പനായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതിന് ടൂത്ത് പിക്കോ, ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊരു സ്റ്റീലിൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതാണ് എളുപ്പം. ചട്ടകൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊണ്ടും തട്ടി ഇത് കേട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പരത്തലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയൊരു പൊട്ടൽ കാണുന്നുണ്ടാവും.
നമ്മുടെ ഡോണറ്റ്സിന് ചില ഡോണറ്റ്സിന് ഇല്ല. അപ്പോൾ നമ്മുടെ പരത്തലിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കാണ് അത്. ഇതാ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഡോണറ്റ്സും ആദ്യം പരത്തി വെച്ച ഡോണറ്റ്സും ആണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അത് അപ്പോൾ നല്ല പൊങ്ങി വരും. അപ്പം ഞാൻ ആദ്യം പരത്തി വെച്ചതിനനുസരിച്ചാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ചോക്ലേറ്റിലേക്ക് മുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു മോക്ക കേക്ക് ഉണ്ടാക്കിയ സിറപ്പ് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയപ്പോൾ നല്ല ലൂസായിപ്പോയി. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അധികം ലൂസാവാതെ നോക്കുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്താൽ മതി. പിന്നെ ഓൾസ് ഇടാത്ത ഡോണറ്റ്സിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി അതിൻ്റെ ഉള്ളിലോട്ട് സിറപ്പ് ഒഴിച്ച് കൊടുത്തു. ഓക്കെ, ഇതാ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.